അപ്പോൾ നമുക്ക് 16th ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽ ഓഫ് ദ കമ്പനി ആൻഡ് ബി പ്രിപ്പയർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. particulars company A, company A, company B ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് ചില ഒന്നിൽ കൊടുത്തിട്ടില്ല. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ട്, ഇൻകം ടാക്സ് റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സെയിൽസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതി തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിന് ആദ്യം തന്നെ particulars കമ്പനി എ, കമ്പനി ബി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ എഴുതി വെക്കുക. ഇവിടെ സെയിൽസ് ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ ഉള്ള സ്ഥലത്ത് എഴുതുക 1,05,000 ലെസ് വേരിയബിൾ കോസ്റ്റ്. ഇവിടെ എത്ര? വേരിയബിൾ കോസ്റ്റ് ഫസ്റ്റ് കമ്പനിയിൽ 56,000 ഉണ്ട്, സെക്കൻഡ് കമ്പനിയിൽ 60% ഓഫ് സെയിൽസ്, അതായത് 8,000 × 60% 63,000 ഉണ്ട്. നമുക്ക് കോൺട്രിബ്യൂഷൻ ഇവിടെ 60,000 42,000 ഉണ്ട്. ഇവിടെ എത്രയാണെന്ന് നമുക്കറിയില്ല. ഇനി ഫിക്സ്ഡ് കോസ്റ്റ് 20,000 ഫസ്റ്റ് കേസിൽ, സെക്കൻഡ് കേസിൽ നമുക്കറിയില്ല. അപ്പോൾ EBIT കിട്ടും. EBIT എത്രയാണെന്ന് രണ്ടിലും നമുക്കറിയില്ല. ലെസ് ഇൻട്രസ്റ്റ് EAT കിട്ടും. സോറി, EBT കിട്ടും. ഈ EBTയിൽ നിന്നും ടാക്സ് ലെസ് ചെയ്താൽ EATയും കിട്ടും. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ക്വസ്റ്റ്യനിൽ 12,000 ഇൻട്രസ്റ്റ് എക്സ്പെൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 12,000 അതുപോലെ തന്നെ 9,000 ആണ്. 12,000 അതുപോലെ തന്നെ ഇവിടെ 9,000. EBIT തന്നിട്ടില്ല. ടാക്സ് റേറ്റ് 30% ആണ് തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നത്? ഫിനാൻഷ്യൽ ലിവറേജ് തന്നിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് ലിവറേജ് തന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ലിവറേജ് 5:1 ഇൻ കമ്പനി എ, ഓപ്പറേറ്റിംഗ് ലിവറേജ് 4:1 ഇൻ കമ്പനി ബി. ഈ 5:1 എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? 5:1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ 5 ആണെന്ന്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പം EBIT ഡിവൈഡ് ബൈ EBT ആണ്. അപ്പോൾ EBIT ഡിവൈഡ് ബൈ EBT 5 ആണെന്ന് നമുക്ക് ഫസ്റ്റ് കേസിൽ അറിയാം. ഓക്കെ, അപ്പം EBT അറിയോ EBIT അറിയോ ഏതെങ്കിലും അറിയോ നമുക്ക്? ഇവിടെ EBT അറിയില്ല, EBIT അറിയില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ കണ്ടോ ഇൻട്രസ്റ്റ് അറിയാം നമുക്ക്.
അതുപോലെ തന്നെ ഫിക്സ്ഡ് കോസ്റ്റ് പറയാം. അപ്പോൾ ഇൻട്രസ്റ്റ് അറിയാമെങ്കിൽ നേരെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇ ബി ഐ ടിനെ ഒന്നെങ്കിൽ നമുക്ക് ഇ ബി ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇ ബി ടിനെ ഇ ബി ഐ ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇ ബി ടി പ്ലസ് ഇൻട്രസ്റ്റ് ആയിരുന്നു എടുത്തത്. അപ്പോൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇ ബി ടിനെ കൺവേർട്ട് ചെയ്യാം. അതായത് ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു ഇ ബി ഐ ടി തന്നെ ആയിട്ടിരിക്കും. ഈ ഇ ബി ടി എന്ന് പറഞ്ഞാൽ എന്താ, ഇ ബി ഐ ടിയിൽ നിന്നും ഇൻട്രസ്റ്റ് ലെസ് ചെയ്തതല്ലേ ഇ ബി ടി ആണ്. അപ്പം അങ്ങനെ നമുക്ക് എടുക്കാം. ഇ ബി ഐ ടി ഇസ് ഈക്വൽ ടു ഇ ബി ടി മൈനസ് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇ ബി ഐ ടി ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു ഇ ബി ഐ ടി മൈനസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്, ഫസ്റ്റ് കേസിൽ ഇൻട്രസ്റ്റ് വരുന്നത് 12,000 ആണ്. സോ ഇ ബി ഐ ടി ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇനി നമ്മളെ ഇക്വേഷൻ ചെറുതാക്കും. ഇ ബി ഐ ടി ഈസ് ഈക്വൽ ടു 5 ഇ ബി ഐ ടി മൈനസ് 60,000 എന്ന് വരും. അപ്പോൾ ഇനി നമുക്ക് ഇ ബി ഐ ടി കിട്ടണമെങ്കിൽ 5 ഇ ബി ഐ ടി മൈനസ് ഇ ബി ഐ ടി ഇസ് ഈക്വൽ ടു 60,000. അപ്പോൾ 4 ഇ ബി ഐ ടി എന്ന് പറയുന്നത് 60,000 ആണ്. അപ്പോൾ ഇ ബി ഐ ടി എന്ന് പറയുന്നത് ഇ ബി ഐ ടി ഇസ് ഈക്വൽ ടു 60,000 ഡിവൈഡ് ബൈ 4. ഈക്വൽ ടു 15,000 ആണ് നമ്മളെ ഫസ്റ്റ് കേസിൽ ഇ ബി ഐ ടി വരുന്നത്. അപ്പം 1 കിട്ടിയാൽ നമുക്ക് വേഗം പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഇവിടെ 3,000 വരും. 3,000 ലെസ് ടാക്സ് റേറ്റ് 30%, 900, 2,100 ഇവിടെ വരും. അതുപോലെ തന്നെ ഫിക്സ്ഡ് കോസ്റ്റ് ഇ ബി ഐ ടി പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് 45,000 വരും. സോറി, 35,000 വരും. 35,000 പ്ലസ് 56,000 ഈക്വൽ ടു ഫസ്റ്റ് കേസ് സെയിൽസ് 91,000 വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിലുള്ള എല്ലാം കിട്ടി. അപ്പം ഒറ്റ സംഭവം കണ്ടുപിടിച്ചാൽ അതിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ളതൊക്കെ കിട്ടും. അപ്പം അങ്ങനെയാണ് ഈ ഇക്വേഷൻ ശരിയായാലും നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാകും. അപ്പം ഇതെങ്ങനെ വരുന്നത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി എടുക്കണം ഫിനാൻഷ്യൽ ലിവറേജ് വെച്ച് ചെയ്യുമ്പോൾ. ഇനി അതുപോലെ തന്നെ അടുത്ത കേസിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് വെച്ച് ചെയ്യാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് സെക്കൻഡ് കേസ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു എന്താണ്, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ഇ ബി ഐ ടി ആണ്. അപ്പം ഇവിടെ കോൺട്രിബ്യൂഷനും ഉണ്ട്, ഇവിടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ബട്ട് ഇ ബി ഐ ടി ഇല്ല. ഇ ബി ഐ ടി വേണ്ടല്ലോ, നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ഓൾറെഡി. ഓപ്പറേറ്റിംഗ് ലിവറേജ് 4 ആണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഈക്വൽ ടു 4 is equal to contribution divided by EBIT is equal to contribution എത്രയാണ്, 42,000 ആണ് നമ്മളെ കോൺട്രിബ്യൂഷൻ വരുന്നത്. 42,000 ഡിവൈഡഡ് ബൈ EBIT എത്രയാണെന്ന് നമുക്ക് അറിയില്ല, is equal to 4. അപ്പം EBIT is equal to 42,000 by 4 is equal to 10,500 ആണ് EBIT വരുന്നത്. $10,500 EBIT വരികയാണെങ്കിൽ
നമ്മൾ ഇൻട്രസ്റ്റ് 9,000. സോ 1,500 ആണ് നമ്മളുടെ EBT വരിക. 1,500 EBT വന്നു. EBTയിൽ നിന്നും ടാക്സ് റേറ്റ് 30%, 450 വരും. $1,050 ആണ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് വരിക. അതുപോലെ തന്നെ ഇവിടെയുള്ള ഡിഫറൻസ് 42,000 മൈനസ് 15,000, 20,000 മൈനസ് 10,500, 31,500 കിട്ടി. അങ്ങനെ നോക്കുമ്പം നമ്മുടെ ആൻസർ റെഡിയായി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്തത് എന്താ, 2 ചെയ്തിട്ടുള്ളൂ. അതായത് ഒന്ന് ഓപ്പറേറ്റിംഗ് ഫിനാൻഷ്യൽ ലിവറേജ് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, EBIT കണ്ടുപിടിച്ചു. അപ്പോൾ അതിന്ന് ബാക്കി ഫുള്ള് നമുക്ക് കിട്ടി ഫസ്റ്റ് കേസിൽ. രണ്ടാമത്തെ കേസിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അത് നമ്മൾ ഓൾറെഡി കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് നേരെ അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. മറ്റേതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൺട്രിബ്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ EBIT ഓർ EBT ഇല്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ രണ്ടിനെയും കൂടി റിലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി ചെയ്തതാണ്. അപ്പം ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് RST ലിമിറ്റഡ് ഈസ് ആസ് ഫോളോസ്. ഫിഡ്യൂഷ്യർ ക്യാപിറ്റൽ 8,000, 8 lakh, 10% preference share, 5 lakh, 12% debentures, 7 lakh, ടോട്ടൽ 20 lakh. ടോട്ടലായിട്ട് 20 lakh ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഉള്ളത്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ നോക്കാം. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2,80,000, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ 96,800, 1.5 times of EBIT, equity dividend 50%, market value of equity share is 23. Calculate operating and financial leverage, cover for preference and equity dividend, earnings yield and price earning ratio, the net fund flow. Not all operating expenses excluding depreciation are variable. ഇതൊരു അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ തന്നതൊക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് എഴുതി വെക്കാം. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ട് 2,80,000. ആഫ്റ്റർ ടാക്സ് ആണ് 30% ആണ് ടാക്സ് റേറ്റ്. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻക്ലൂഡിങ് ഡിപ്രീസിയേഷൻ അടക്കം 1.5 times ഓഫ് EBIT ആണെന്ന് തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 1.5 times ഓഫ് EBIT ആണെന്ന് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഡിവിഡൻഡ് 15% ആണ്. ഡിവിഡൻഡ് 15%. അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി, മാർക്കറ്റ് പ്രൈസ് MTS is equal to 23 rupees അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത് എന്താണ്? ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സെയിൽസ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനൊക്കെ കിട്ടണം. അപ്പം കോൺട്രിബ്യൂഷന് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഉണ്ട്,
അതുപോലെ തന്നെ ടാക്സ് റേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് EBT കിട്ടും. ഇതിന്ന് റിവേഴ്സ് വർക്കിങ്സ് ചെയ്തിട്ട് നമുക്ക് പോയാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എത്രയാണെന്ന് നമുക്ക് എങ്ങനെ കിട്ടും? അത് പ്രിഫറൻസ് ഡിവിഡൻറ്റും അതുപോലെ തന്നെ ഡിവെഞ്ചേഴ്സിൻ്റെതും ഇല്ലേ, ഇത് രണ്ടും ആയിരിക്കും നമ്മളെ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്. ഡിവെഞ്ചേഴ്സിൻ്റെതായിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്. അതുപോലെ തന്നെ പ്രിഫറൻസ് ഡിവിഡൻറ്റ് നമ്മൾ ലാസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിന് ശേഷമാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെ കൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട്. അതായത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ മനസ്സിലാവും. സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സ്ഡ് കോസ്റ്റ്, EBIT less interest, EBT less tax, earnings after tax or profit after tax. This is equal to 2,80,000, 70%. This 80%. 2,80,000 divided by 70%. 4 lakh എന്ന് കിട്ടും. 4 lakh. അതുപോലെ തന്നെ ടാക്സ് 1,20,000. ഇനി ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയണമെങ്കിൽ 12% ആണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നെ. ഇത് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഡിബഞ്ചേഴ്സിൻ്റെ ഇത് നമ്മൾ ഇൻട്രസ്റ്റ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 7 lakh ഇൻറ്റു 12%, 8,84,000 ആണ് വരുന്നത്. 84,000 പ്ലസ് 4,84,000 ആണ് EBIT വരുന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണെന്ന് അറിയോ? ഈ ഫിക്സ്ഡ് കോസ്റ്റും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. എവിടെ ഉള്ളത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻക്ലൂഡിങ് ഡിപ്രീസിയേഷൻ ഓഫ് 96,800 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റിലേക്ക് നോക്കാം. നോട്ട് ഓൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എക്സ്ക്ലൂഡിങ് ഡിപ്രീസിയേഷൻ ആർ വേരിയബിൾ. അതായത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എല്ലാം വേരിയബിൾ ആണ്, ബട്ട് ഡിപ്രീസിയേഷൻ വേരിയബിൾ അല്ല. അതായത് ഡിപ്രീസിയേഷൻ ഫിക്സ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് വരുമ്പം 96,800 നമ്മളെ ഡിപ്രീസിയേഷൻ വരും. 96,800 നമ്മുടെ ഡിപ്രീസിയേഷൻ വന്നു. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും 5,18,800. പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എത്രയാണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 1.5 ടൈംസ് ഓഫ് EBIT എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് 4,84,000 ആണ് നമ്മുടെ EBIT ഉള്ളത്. EBIT ഇൻറ്റു 1.5 ടൈംസ്. സോ 7,26,000 ആണ് നമ്മുടെ ടോട്ടലായിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉള്ളത്. അതിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യുക? ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക. 96,000 കാരണം അത് ഫിക്സ്ഡ് ആണ്. അപ്പം 6,29,200 എന്ന് വരും. അപ്പോൾ ഈ 6,29,200 ആണ് നമ്മുടെ എന്ത് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഈ വേരിയബിൾ കോസ്റ്റ് സെയിൽസ് നിന്ന് കുറച്ചാലാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുക. അപ്പോൾ അത് തിരിച്ച് ആഡ് ചെയ്താൽ നമുക്ക് സെയിൽസ് കിട്ടും. 5,80,800 ആഡ് ചെയ്താൽ നമുക്ക് 12,10,000 ആണ് നമ്മുടെ സെയിൽസ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെയിൽസ് കിട്ടി. അതുപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ളായി.
അപ്പോൾ ഇത് ഇത്രയും ഒന്നും നമുക്ക് വേണമെന്നില്ല, നേരെ ജസ്റ്റ് കോൺട്രിബ്യൂഷൻ കിട്ടിയാൽ തന്നെ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജസ് കണ്ടെത്താനേ ഉള്ളൂ. ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്ര വരിക? ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ EBID എത്രയാണ്? 5,80,800 ഡിവൈഡ് ബൈ 484. ഓപ്പറേറ്റിംഗ് ലിവറേജ് 1.2 എന്ന് വരും. ഈ ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. ഫിനാൻഷ്യൽ ലിവറേജ് EBIT ഡിവൈഡ് ബൈ EBD. EBD എത്രയാണ്? 4 lakh ആണ്. 484 ബൈ 4 lakh is equal to 1.21 ആണ്. അപ്പം ഫിനാൻഷ്യൽ ലിവറേജും കിട്ടി, അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജും കിട്ടി. ഈ കവർ ഫോർ പ്രിഫറൻസ് ആൻഡ് ഇക്വിറ്റി ഡിവിഡൻഡ്, ഇതെന്താ സംഭവം? ഇത് നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു സംഭവം അല്ലേ. അപ്പോൾ ഇതൊരു ഇക്വേഷൻ ആണ്, അതായത് റേഷ്യോസിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. അതായത് ഇക്വിറ്റി പ്രിഫറൻസ് കവർ പ്രിഫറൻസ് ഡിവിഡൻഡ് കവർ ഫോർ പ്രിഫറൻസ് ഡിവിഡൻഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ പ്രിഫറൻസ് ഡിവിഡൻഡ് നമുക്ക് കൊടുക്കണം. അപ്പോൾ ഈ പ്രിഫറൻസ് ഡിവിഡൻഡിന് നമ്മൾ കൊടുക്കാനുള്ള എത്ര ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഇപ്പം പ്രിഫറൻസ് ഡിവിഡൻഡ് 100 ആണ്, നമ്മുടെ കയ്യിൽ പ്രോഫിറ്റായിട്ട് ഒരു 200 ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്രിഫറൻസ് ഡിവിഡൻഡിന് കൊടുക്കണേക്കാളും എത്ര ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്? 2 times ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അതായത് 100 rupees കൊടുത്താൽ മതി, പക്ഷേ നമ്മുടെ കയ്യിൽ 200 rupees ഉണ്ട്. അപ്പം അതിനെയാണ് പ്രിഫറൻസ് ഡിവിഡൻഡ് കവർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ പ്രിഫറൻസ് ആയിട്ട് എത്ര കൊടുക്കണം നമുക്ക്, അതിൽ നിന്ന് നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള റിലേഷനാണ് നമ്മുടെ പ്രിഫറൻസ് ഡിവിഡൻഡ് കവർ. അപ്പോൾ 100 rupees ആണ് പ്രിഫറൻസ് ഡിവിഡൻഡ് എങ്കിൽ 200 rupees നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അറ്റ് 2 times ആണ് നമ്മുടെ കയ്യിൽ പ്രിഫറൻസ് ഡിവിഡൻഡ് കവർ ഉള്ളത്. അതായത് 2 times ഡിവിഡൻഡ് കൊടുക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് കവർ ഫോർ ഇക്വിറ്റി ഡിവിഡൻഡും. അല്ലാതെ പ്രിഫറൻസ് കവർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സാധാ കവറുമായിരുന്ന കവറല്ല കേട്ടോ. അപ്പം ഇക്വിറ്റി ഡിവിഡൻഡ് കവർ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഇനി അത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഇത് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് വരെ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന ലെസ് പ്രിഫറൻസ് ഡിവിഡൻഡ് എത്ര പെർസെൻറ്റേജ് ആണ്? പ്രിഫറൻസ് ഡിവിഡൻഡ് 10%. ഇപ്പോൾ 50,000 rupees ഉണ്ടാവും. 50,000 rupees ലെസ് ചെയ്തു. അപ്പം നമുക്ക് ഏർണിങ്സ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടി. ലെസ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് 15% ആണ്. 15%, ഈ 15% ഏതിൻ്റെ മുകളിലാണ്? നിങ്ങൾ കമ്പനീസ് ആക്ടും അതുപോലെ തന്നെ ലോ അക്കൗണ്ട്സ് ഒക്കെ പഠിച്ചതല്ലേ. ഈ 15% ഡിവിഡൻഡ് 15% എന്ന് പറയുമ്പം അതെന്തായിട്ടാണ് നമ്മൾ കണക്കാക്കുക? ഫേസ് വാല്യൂവിൻ്റെ മുകളിലാണ് ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. അതായത് 15% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ 100 rupees ഫേസ് വാല്യൂ ഉള്ളതിൻ്റെ മുകളിൽ 15% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ 15 രൂപ
ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. 100 rupees ഫേസ് വാല്യൂ ആണെങ്കിൽ, അതുപോലെ തന്നെ 10 rupees ആണെങ്കിൽ 1.5 rupees ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരിക. ഇക്വിറ്റി ഡിവിഡൻഡ് 15%, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 8 lakh ആണ്. അപ്പോൾ 8 lakhന്റെ 15%, 8 lakhന്റെ 15% ആണ് എന്ത് നമ്മുടെ ഡിവിഡൻഡ് ഉള്ളത്. 8 lakhന്റെ 15% എന്ന് പറയുമ്പം 1,20,000 ആണ് ഡിവിഡൻഡ് ഉള്ളത്. ഏർണിങ്സ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 2,80,000 മൈനസ് 1 lakh മൈനസ് 50,000 ഇസിക്കൽ ടു 2,30,000 ഉണ്ട്. 2,30,000 എന്ന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. അപ്പം പിന്നെ നമുക്ക് കിട്ടുന്ന ഇതെന്ന് പറഞ്ഞാൽ റീറ്റൈൻഡ് ഏർണിങ്സ് ആണ്. അതായത് ഇത്ര എമൗണ്ട് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു, ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ തന്നെ വെച്ചു, ബിസിനസ്സിലേക്ക് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ അതിനാണ് റീറ്റൈൻഡ് ഏർണിങ്സ് എന്ന് പറയാം. അപ്പോൾ 1,10,000 ആണ് റീറ്റൈൻഡ് ഏർണിങ്സ്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻഡ് കവർ എന്ന് പറഞ്ഞാലുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ പ്രിഫറൻസ് ഡിവിഡൻഡ് കവറിൻ്റെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ പ്രിഫറൻസ് ഡിവിഡൻഡ് കവർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എത്ര ടൈംസ് നമുക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണല്ലോ. അപ്പം ഈ കപ്പാസിറ്റി അറിയാൻ നമ്മൾ ഏതിൽ നിന്നാണ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക? അത് നമ്മൾ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്നാണ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. അത് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മിച്ചാൽ മതി എവിടെയാണ് വരുന്നത്. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്നാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക, പ്രിഫറൻസ് ഡിവിഡൻഡ്. അപ്പം അത് ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രിഫറൻസ് ഡിവിഡൻഡ് കവർ കിട്ടും. ഓക്കെ, അപ്പോൾ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എത്രയാണ് ഇവിടെ? ഇവിടെ 2,80,000 2,30,000 ആണ്. 2,80,000 ആണ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് വരുന്നത്. അത് ഡിവൈഡ് ബൈ 50,000 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2,80,000 ഡിവൈഡ് ബൈ 50,000 5.6 എന്ന് കിട്ടും. അതായത് 5.6 ടൈംസ് നമുക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ കയ്യിലുണ്ട്. കാരണം നമ്മൾ അത്രയും ഫിനാൻഷ്യലി അത്രയും നമ്മൾ സ്ട്രോങ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അതിനുള്ളതാണ് പ്രിഫറൻസ് ഡിവിഡൻഡ് കവർ. അതുപോലെ തന്നെ ഇക്വിറ്റി ഡിവിഡൻഡ് കവറും ഉണ്ട്. ഇക്വിറ്റി ഡിവിഡൻഡ് കവർ ആകുമ്പോൾ എന്താണ് വരിക? ഇക്വിറ്റി ഡിവിഡൻഡ് കവർ ആകുമ്പോൾ എന്താ വരിക? നിങ്ങളൊന്ന് സ്വന്തം ആലോചിച്ച് നോക്കൂ. പ്രിഫറൻസ് ആകുമ്പോൾ അതിന് നേരെ മുകളിലുള്ള, അതായത് എവിടെ നിന്നാണോ പ്രിഫറൻസ് കൊടുക്കുന്നത് അത് ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ്, പ്രിഫറൻസ് ഡിവിഡൻഡ്, അതാണ് നമ്മുടെ ഇക്വേഷൻ. അതുപോലെ തന്നെ ഇവിടെ അപ്പോൾ ഏതാ വരിക? ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇതിൽ നിന്നാണ് നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. അപ്പം ഇതിൽ നിന്നും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടേഷനും യൂസ് ചെയ്യേണ്ടത്. ഏർണിങ്സ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ ഡിവിഡൻഡ് ചെയ്യുക. ഏർണിങ്സ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്രയുള്ളത്? 2,30,000 ആണ്. അതായത് പ്രിഫറൻസ് ഷെയർ കൂടി പോയിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് ആണ് ഏർണിങ്സ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ 2,30,000 ഡിവൈഡ് ബൈ ഡിവിഡൻഡ് എത്രയാണ് ഡിക്ലെയർ ചെയ്തത്? 1,20,000. 1,20,000 ആകുമ്പം 2,30,000 ഡിവൈഡ് ബൈ 1,20,000 is equal to 1.9167 ടൈംസ് ആണ് നമ്മുടെ ഇക്വിറ്റി ഡിവിഡൻഡ് കവർ ഉള്ളത്. അതായത് ഒരു രണ്ട് ടൈം വരെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ കയ്യിലുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കവറിൻ്റെ ഡിവിഡൻഡ് കവറും പ്രിഫറൻസ് ഡിവിഡൻഡ് കവറും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. പിന്നെ അടുത്തത്
മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ ഏണിംഗ് yield ആൻഡ് പ്രൈസ് ഏണിംഗ് റേഷ്യോ. ഏണിംഗ് yield റേഷ്യോവും പ്രൈസ് yield റേഷ്യോവും കണ്ടെത്താനാണ് അടുത്തത് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ഏണിംഗ് റേഷ്യോയും അതുപോലെ തന്നെ നമ്മൾ ഏണിംഗ് yield പ്രൈസ് ഏണിംഗ് റേഷ്യോയും ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏണിംഗ് yield റേഷ്യോ നോക്കാം. ഈ റേഷ്യോസ് ഒക്കെ നമുക്ക് റേഷ്യോസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഏണിംഗ് yield റേഷ്യോ. ഏണിംഗ് yield റേഷ്യോ എന്ന് പറയുമ്പം നമ്മൾ എത്ര ഏൺ ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ ഒരു ഷെയർ ഉണ്ട്, ആ ഷെയറിൽ നിന്ന് നമുക്ക് എത്ര EPS കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒരു ഷെയർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഷെയറിനിപ്പം എത്രയാണ് അതിൻ്റെ EPS കിട്ടുന്ന പെർസെൻറ്റേജ്, അത് നമ്മളെപ്പോഴും മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടാണ് നോക്കുക. ഇപ്പം നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി, ഇപ്പം നമ്മളൊരു റിലയൻസിൻ്റെ സ്റ്റോക്ക് വാങ്ങി, അതിൻ്റെ പ്രൈസ് ഒരു 3000 ആണെന്ന് വിചാരിച്ചോളൂ നമ്മൾ. അപ്പോൾ ഈ 3000 rupees പ്രൈസുള്ള ഷെയറിന് നമ്മൾ ആനുവൽ റിപ്പോർട്ട് നോക്കുമ്പം അതിലെത്ര EPS വരുന്നത്, 100 rupees ആണ് EPS വരുന്നത് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഈ പ്രൈസ് ഏണിംഗ് yield റേഷ്യോ എത്രയാണെന്ന് എങ്ങനെ അറിയാം? ഏണിംഗ് yield റേഷ്യോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഏണിംഗ് yield റേഷ്യോ നോക്കുക. അപ്പോൾ ഈ ഷെയർ എടുക്കണോ വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഏണിംഗ് yield റേഷ്യോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ 3000 ഉള്ളതിന് 100 rupees ആണ് നമ്മളെന്ത് ഏണിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്രയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് 100/3000 into 100. സോ 100/3000 into 100. നമ്മളെ എത്രയാണ് ഏണിംഗ് yield ഉള്ളത്? ഏണിംഗ് yield 3.33% ആണ് ഏണിംഗ് yield. അതായത് EPS നമ്മളെ 300 rupees ഉള്ള ഷെയറിന് 3000 rupees ഉള്ള ഷെയർ ആണെങ്കിൽ അതിൻ്റെ 3.33% മാത്രമാണ് അതിൽ EPS ഉള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം ഇങ്ങനെ നമുക്ക് നോക്കാൻ വേണ്ടി, ഇങ്ങനത്തെ ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ വേണ്ടി, ഈ ഷെയർ വാങ്ങണോ, ഇതിൽ EPS ഉണ്ടോ, ഏണിങ്സ് ഉണ്ടോ, അങ്ങനത്തെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏണിംഗ് yield റേഷ്യോ യൂസ് ചെയ്യുന്നത്, ഏണിങ്സ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താ ഇതിൻ്റെ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ കണ്ടു, EPS ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. MPS എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിച്ചത് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ്. അപ്പോൾ EPS ഇവിടെ എത്ര വരുന്നത്? ഇവിടെ നമ്മൾ EPS കമ്പ്യൂട്ട് ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് EPSും കൂടി കമ്പ്യൂട്ട് ചെയ്യണം. EPS നമ്മൾ ഏതിലാണ് കമ്പ്യൂട്ട് ചെയ്യുക? റിട്ടേൺ ഏണിങ്സിലാണോ അല്ലെങ്കിൽ ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിലാണോ? ഇതിലാണ് നമ്മൾ EPS കമ്പ്യൂട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിവിഡൻ്റ് ആയിട്ട് കൊടുത്തതായിക്കോട്ടെ റിട്ടേൺ ഏണിങ്സ് ആയിക്കോട്ടെ, ഇത് രണ്ടും ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഫണ്ട് തന്നെയാണ്, ഇത് അവർക്ക് കൊടുക്കുന്ന റിട്ടേൺ തന്നെയാണ്. അപ്പോൾ EPS എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് കിട്ടുന്ന ഏണിങ്സ്, ആ ഷെയറിൽ അവർക്ക് കിട്ടുന്ന ഏണിങ്സ് എത്രയാണെന്നുള്ളതാണ് EPS എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എപ്പോഴും അവർക്ക് കിട്ടുന്ന ആക്ച്വൽ ഏണിങ്സ് തന്നെ വേണം എടുക്കാൻ. അതായത് ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 2,30,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എത്ര ഉണ്ട് ഇവിടെ? ഇതിവിടെ ക്വസ്റ്റ്യനിൽ കൊടുക്കാൻ വിട്ടതാണ്. ഇതും ₹10 ഈച്ച് തന്നെയാണ്.
സോ അപ്പോൾ 8,000 ഷെയർസ് ആണ് ഉണ്ടാവുക. 80,000 ഷെയർസ് ആണ് ഉണ്ടാവുക. EPS is equal to earnings available to equity shareholders divided by number of shares. 80,000 2,30,000 divided by 80,000 is equal to 2.875 നമുക്ക് ഉത്തരം കിട്ടും. അതായത് ഇത്രയാണ് നമുക്ക് EPS വരുന്നത്. അപ്പോൾ ഈ EPS വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. EPS 2.875 ആണ്. ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? മാർക്കറ്റ് പ്രൈസ് 23 ആണ്. ആകുമ്പോൾ അത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 12.5% ആണ് എന്ത് നമ്മുടെ ഏർണിംഗ് yield റേഷ്യോ. അതായത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന EPSൻ്റെ റേഷ്യോ ആണ് ഏർണിങ്സ് yield റേഷ്യോ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുക. കാരണം നമ്മളൊരു ഷെയർ ഒക്കെ വാങ്ങുമ്പോൾ മാർക്കറ്റ് പ്രൈസ് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കാറ്. സോ ഇനി നെക്സ്റ്റ് ഉള്ളത് പ്രൈസ് ഏർണിംഗ് റേഷ്യോ ആണ്. ഈ റേഷ്യോ PE റേഷ്യോ എന്ന് വിളിക്കും. ഈ റേഷ്യോ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാരണം ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഷെയർ ട്രേഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയുന്ന ആളാണെങ്കിൽ എന്തായാലും നമ്മൾ അറിയുന്ന ഒരു കാര്യമായിരിക്കും ഇത്. കാരണം ഇത് എപ്പോഴും നമ്മളൊരു ഷെയറിൻ്റെ ഫണ്ടമെൻ്റൽസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പം ഇത് യൂസ് ചെയ്യാറുണ്ട്. അതായത് PE റേഷ്യോ നോക്കും. PE റേഷ്യോ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഷെയർ അണ്ടർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് ആണോ, അല്ലെങ്കിൽ ഇതിന് കറക്റ്റായിട്ടുള്ള വാല്യുവേഷൻ കിട്ടുന്നില്ലേ, എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് ഏർണിംഗ് റേഷ്യോ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഏർണിംഗ് yield റേഷ്യോ ഇല്ലേ, ഇതിൻ്റെ നേരെ തലകുത്തനെ അത്ര തന്നെ ഉള്ളൂ. അതായത് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ EPS ആണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ. ഇപ്പോൾ 23 റുപ്പീസ് ഉണ്ട്. 23 റുപ്പീസ് ബൈ എത്രയാണ് ഷെയറിൻ്റെ EPS? 2.875 അല്ലേ? 875. 23 ബൈ 2.875 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പം PE റേഷ്യോ 8 എന്ന് കിട്ടി. ഈ PE റേഷ്യോ 8 എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ EPS 2.875 ഉള്ളൂ. പക്ഷെ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏർണിങ്സിനേക്കാളും 8 ടൈംസ് കൂടുതലാണ്. 8 ടൈംസ് കൂടുതലാണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്കിങ്ങനെ അണ്ടർ റേറ്റഡ് ആണോ ഓവർ റേറ്റഡ് ആണോ എന്ന് നോക്കാൻ പറ്റുക. നമ്മൾ ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ PE റേഷ്യോ ഉണ്ടാവും. ഇൻഡസ്ട്രി PE എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുമ്പോൾ അതിൽ കാണും ഇൻഡസ്ട്രി PE എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 23, ചിലത് 23 ആയിരിക്കും, ചിലത് 40 ആയിരിക്കും, ചിലത് 60 ആയിരിക്കും. അങ്ങനത്തെ ഇൻഡസ്ട്രി PE ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കമ്പനീൻ്റെ PE ഉണ്ടാവും. ഈ കമ്പനീൻ്റെ PE ഒരു 50 ഒക്കെ ആണെങ്കിൽ നമ്മളെന്താ ഒരു 60 ആണ് വേണ്ടത്. 50 ഒക്കെ ആണെങ്കിൽ ഓക്കെ ഇത് 60ലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചുകൂടി അണ്ടർ റേറ്റഡ് ആണ്. ഇനിയും ഇതിന് വാല്യൂ കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം EPS സാധാ ഇൻഡസ്ട്രീൻ്റെത് നോക്കുമ്പോൾ ഇപ്പം 2.875 ഏർണിങ്സ് ഉള്ളതിന് ഒരു 8 ടൈംസ് ഉണ്ട്. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രീൻ്റെതായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ കമ്പനീൻ്റെ PE വെച്ചിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പം ഇതാണ് ഈ PE റേഷ്യോൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. അപ്പം ഈ PE റേഷ്യോവും ഏർണിങ്സ് yield റേഷ്യോ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് ആണ്. ഇത് നമ്മൾ റേഷ്യോസിൽ ഒന്നുകൂടി നോക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവുകയും ചെയ്യും കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 4th ക്വസ്റ്റ്യൻ ഫണ്ട് ഫ്ലോ
റെഡിയാക്കാനാണ് പറയുന്നത്. നെറ്റ് ഫണ്ട് ഫ്ലോ എത്ര ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫണ്ട് ഫ്ലോ എത്രയാണെന്ന് മാത്രമാണ്, അല്ലാതെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ഫണ്ട് ഫ്ലോ എത്ര ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈ ഫണ്ട് ഫ്ലോ എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നെറ്റായിട്ട് ഗ്രോസ് ഫണ്ട് ഫ്ലോ ഉണ്ട്, നെറ്റ് ഫണ്ട് ഫ്ലോ ഉണ്ട്. അത് രണ്ടും നോക്കാം. അതായത് ഗ്രോസ് ഫണ്ട് ഫ്ലോ, നെറ്റ് ഫണ്ട് ഫ്ലോ. അപ്പോൾ അതിൽ ഗ്രോസ് ഫണ്ട് ഫ്ലോ എന്ന് പറയുമ്പം നമുക്ക് ടോട്ടലായിട്ട് കിട്ടിയിട്ടുള്ളത് എത്രയാണ്, അതായത് ഗ്രോസ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നത് എത്രയാണെന്നുള്ളതാണ് ഗ്രോസ് ഫണ്ട് ഫ്ലോയിലൂടെ നോക്കുന്നത്. അതായത് ഇ ബി ഐ ടി ആണ് നമ്മുടെ കമ്പനി ഹോളായിട്ടാണ് ഇത് നോക്കുക ഗ്രോസ് ഫണ്ട് ഫ്ലോ നോക്കുമ്പോൾ. അപ്പം ഇ ബി ഐ ടി ആണ് നമ്മുടെ കയ്യിലേക്ക് വന്ന ഏർണിങ്സ് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ഈ ഏർണിങ്സ് പ്ലസ് നോൺ ക്യാഷ് ഐറ്റംസ്, അതായത് നോൺ ക്യാഷ് ആയിട്ടുള്ള എക്സ്പെൻസസ് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഈ നോൺ ക്യാഷ് ആയിട്ടുള്ള എക്സ്പെൻസസ് ക്ലെയിം ചെയ്ത് തന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല അല്ലല്ലോ. കാരണം ഇത് ഇപ്പം നമ്മുടെ കയ്യിൽ 100 crore പ്രോഫിറ്റ് ഉണ്ട്, അതിൽ നിന്നും 90 crore ഡിപ്രിസിയേഷൻ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ആയിട്ട് 10 crore ഉണ്ടാവുള്ളൂ. ബട്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് നോക്കുകയാണെങ്കിൽ 100 crore ക്യാഷ് ഉണ്ടാവും. കാരണം ഇത് നോൺ ക്യാഷ് ഐറ്റമാണ്. സോ നമ്മുടെ കയ്യിൽ ക്യാഷ് നോക്കുമ്പോൾ 100 crore ക്യാഷ് ഉണ്ടാവും. ബട്ട് നമ്മുടെ പ്രോഫിറ്റ് നോക്കുമ്പോൾ 10 crore പ്രോഫിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പം ഇതാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ കൂടെ ഇ ബി ഐ ടി നമ്മൾ കണ്ടുപിടിച്ചു, അതിൻ്റെ കൂടെ നോൺ ക്യാഷ് എക്സ്പെൻസസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്രയാണ് ഇ ബി ഐ ടി വരുന്നത്? 4,84,000 ആണ്. പ്ലസ് നോൺ ക്യാഷ് എക്സ്പെൻസസ് ഡിപ്രിസിയേഷൻ ആണുള്ളത് 98,600 is equal to gross fund flow കിട്ടും 484,000 plus 98,600, sorry 96,800 ആണ്. $580,800 എന്ന് കിട്ടും. അപ്പം ഇത്രയാണ് എന്ത് ഗ്രോസ് ആയിട്ടുള്ള ഫണ്ട് ഫ്ലോ വരുന്നത്. അപ്പോൾ ഇനി നെറ്റ് ആയിട്ടുള്ള ഫണ്ട് ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താ സംഭവം? നെറ്റ് ഫണ്ട് ഫ്ലോ എന്ന് പറയുമ്പം നമ്മളുടെ കയ്യിൽ നെറ്റായിട്ട് എത്ര ഉണ്ട് അതാണ് നോക്കുന്നത്. ഇപ്പോൾ ഈ ഇ ബി ഐ ടി ഗ്രോസ് ആയിട്ടുള്ള ഫണ്ട് ഫ്ലോ ആണ്, അതായത് നമ്മളെ കയ്യിലേക്ക് വന്ന ഷെയർ ഹോൾഡേഴ്സിന് ടോട്ടൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടാവും? ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും, പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ സാധാ ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മുടെ കമ്പനീൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇത്രയും ക്യാഷ് നമ്മളെ കയ്യിലില്ല ശരിക്കും. അതായത് ഇത് ഗ്രോസ് ആയിട്ടുള്ള പറയുന്നതാണ്. അപ്പോൾ ഈ നെറ്റായിട്ടുള്ള പറയുമ്പോൾ എന്ത് പറയണം? നമ്മൾ നെറ്റായിട്ട് നമ്മുടെ കയ്യിൽ എത്രയുള്ളത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ കയ്യിൽ നെറ്റായിട്ട് വരുന്നതാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പോൾ ഈ റീറ്റെയിൻഡ് ഏർണിങ്സ് എത്ര ഉള്ളത്? 1,10,000 ആണ് നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? നോൺ ക്യാഷ് എക്സ്പെൻസസ് ആഡ് ചെയ്യുക. നോൺ ക്യാഷ് ആയിട്ടുള്ള എക്സ്പെൻസ് 96,800 ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ ആണുള്ളത്. അപ്പോൾ നമുക്ക് നെറ്റായിട്ടുള്ള ഫണ്ട് ഫ്ലോ കിട്ടും 1,10,000 plus 96,800 equal to 2,06,800 കിട്ടി. അപ്പോൾ നെറ്റ് ഫണ്ട് ഫ്ലോ നമുക്ക് കിട്ടും. ഈ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ കൂടെ നമ്മൾ നോൺ ക്യാഷ് എക്സ്പെൻസ് ആഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെറ്റായിട്ട് നമ്മുടെ കയ്യിൽ കമ്പനീൻ്റെ കയ്യിലുള്ളത് ആണ് നമുക്ക് ഇത് നോക്കേണ്ടത്. നെറ്റായിട്ടുള്ളതാണ് ഇത്. നേരത്തെ മുകളിൽ പറഞ്ഞത് എന്താണ്? ഗ്രോസ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നത്, അതാണ് ഗ്രോസ് ഫണ്ട് ഫ്ലോ.
ഗ്രോസും നെറ്റും തമ്മിൽ ഒരിക്കലും മാറിപ്പോരുത്. ഇത് ഒന്ന് എപ്പോഴും ഈ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും നമ്മുടെ സിലബസിൽ അങ്ങനെ ഇല്ല. അപ്പം അത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഒരു പ്രാവശ്യം പറയാം ഫണ്ട് ഫ്ലോനെ പറ്റി. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പ്രിഫറൻസ് ഡിവിഡൻഡ് കവർ ഓരോന്നിൻ്റെയും ഇക്വേഷൻസും അതൊക്കെ കൊടുത്തിട്ടുണ്ട്. 5.6 times 1.9 times ഗ്രോസ് ഫണ്ട് ഫ്ലോ ഓയിലേക്ക് 8. ഇനി ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഇല്ലസ്ട്രേഷൻ 3, ഇല്ലസ്ട്രേഷൻ 5, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 10. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 10 വേണ്ട, ഈ ക്വസ്റ്റ്യന് റോങ് ആണ്. നിങ്ങൾ ഇല്ലസ്ട്രേഷൻ 3യും ഇല്ലസ്ട്രേഷൻ 5ഉം നോക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ICA മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ക്ലാസ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് സ്വന്തമായിട്ട് തന്നെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് റെഡിയാക്കാൻ നോക്കുക. അപ്പോൾ ഡൗട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മൾ ഇല്ലസ്ട്രേഷൻസൊക്കെ നോക്കിയിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ 6. ഇതൊരു സിമ്പിൾ ചാപ്റ്ററാണ്. ഇനിയാണ് നമുക്ക് മെയിനായിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് വരാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിക്കാറുള്ളത്. 5, 6, 8 അങ്ങനത്തെ ഇതിലാണ് വരാറുള്ളത് സാധാരണ. ചിലപ്പം ചില മാറ്റങ്ങളും ഉണ്ടാവാറുണ്ട്. ഈ ചില ടൈം MCQയിൽ മാത്രം വരുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അപ്പം നിങ്ങളെന്തായാലും നന്നായി പ്രിപ്പയർ ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് ചെയ്താൽ നമുക്ക് എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.